ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെഡ്ലൈനാണ് ലോസ് ആഞ്ചലസിലെ കാട്ടുതീ, വൈൽഡ് ഫയർ. കാട്ടുതീ എന്ന് പറയുമ്പോൾ കാട്ടിൽ ഉണ്ടാകുന്ന തീ എന്നല്ല അർത്ഥം. വൈൽഡ് ഫയർ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അജ്ഞാതമായ സോഴ്സിൽ നിന്ന് വരുന്ന ഒരു തീ എന്ന അർത്ഥത്തിലാണ് അതിനെ കാട്ടുതീ എന്ന് വിളിക്കുന്നത്. ലോസ് ആഞ്ചലസ് എന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ പെടുന്ന ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അമേരിക്കയുടെ ഭൂപടം നോക്കുമ്പോൾ എപ്പോഴും അറ്റ്ലാന്റിക്കിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഭൂപടം തിരിഞ്ഞു പോവുക. യൂറോപ്പിൽ നിന്ന് പോയിട്ട് അമേരിക്കയെ കാണുന്നത് പോലെയാണ് നമ്മൾ ഭൂപടത്തിൽ എപ്പോഴും അമേരിക്കയെ ദർശിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് ന്യൂയോർക്ക് പോലത്തെ സിറ്റികളാണ്. അതൊക്കെ അറ്റ്ലാന്റിക്കിൻ്റെ ഭാഗത്തുള്ളതാണ്. അത് കിഴക്കൻ ഭാഗമാണ്, അമേരിക്കയുടെ കിഴക്കൻ ഭാഗമാണത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പസഫിക്കിൻ്റെ ഷോറിൽ വരുന്ന പ്രദേശമാണ് കാലിഫോർണിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉള്ളത്. കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ സൗതേൺ പാർട്ട്, താഴത്തെ അറ്റത്താണ്, പസഫിക്കിനോട് ചേർന്നുള്ള റീജിയണിലാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന പ്രദേശമുള്ളത്. ലോസ് ആഞ്ചലസ് എന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ കാട്ടുതീ വളരെ വ്യാപകമായ രീതിയിൽ പടർന്നു പിടിച്ചിട്ടുള്ളത്. 4 സ്ഥലങ്ങളിലാണ് കാട്ടുതീ പടർന്നു പിടിച്ചതായിട്ട് കാണുന്നത്. ലോസ് ആഞ്ചലസിൽ തന്നെ ഈ 4 സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളിലാണ് വളരെ പ്രധാനമായിട്ടും കാട്ടുതീ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന പ്രദേശത്തിൽ കാലിഫോർണിയയിൽ ഇത് വിൻ്റർ സീസണാണ്. വിൻ്റർ സീസൺ എന്ന് പറയുമ്പോൾ തണുപ്പ് കാലമാണ്. ഇന്ന് ലോസ് ആഞ്ചലസിലെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. 11 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ ആവറേജ് ടെമ്പറേച്ചർ 25-26 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോഴത്തെ ആവറേജ് ടെമ്പറേച്ചർ. 30 ഡിഗ്രി വരെ പോകും. അപ്പോൾ 11 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ തണുപ്പാണ്. നമുക്ക് ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഫീൽ ചെയ്യുന്ന പോലെ തണുപ്പാണ്. നമുക്ക് 11 ഡിഗ്രിയിലൊന്നും പുതപ്പില്ലാതെ സ്വെറ്ററില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അതൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ ഈ ലോസ് ആഞ്ചലസിൻ്റെ ഒരു പ്രത്യേകത, ഇത് മൗണ്ടൻ ആൻഡ് വാലി അങ്ങനെയുള്ള ഒരു റീജിയനാണ്. ധാരാളം കുന്നുകളും അതിനോടനുബന്ധിച്ചുള്ള വലിയ ചെരുവുകളും പിന്നെ വാലികളും. അപ്പോൾ കുന്ന്, വലിയ ചെരുവുകൾ, വാലി, ഇതാണ് ഇതിൻ്റെ ജിയോഗ്രാഫിക് രീതികൾ. ഇത് കാലിഫോർണിയ ഡെസേർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കാലിഫോർണിയ ഡെസേർട്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. ഈ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സീസൺ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഈ മാസങ്ങളെയാണ് വേനൽക്കാലം അഥവാ സമ്മർ എന്ന് വിളിക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളെ ഓട്ടം സീസൺ എന്ന് വിളിക്കും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ അവരുടെ വിൻ്റർ സീസണാണ്. ഇപ്പോൾ അവരുടെ വിൻ്റർ സീസണാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്താണ് നമുക്കറിയാവുന്നതുപോലെ ധാരാളം ചെടികളൊക്കെ മുളച്ചു വരികയും അത് വളരെ ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യുന്ന കാലം. ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സമയത്താണ് ധാരാളം ചെടികൾ വളർന്നു വരികയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഓട്ടം സീസണിൽ ഇത് കുറച്ചും കൂടി സ്റ്റെബിലൈസ് ചെയ്യും. പിന്നീട് ഇത് ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇപ്പം അവിടെ ശരിക്കും ഇത് മഴക്കാലമാണ്. അവരെ സംബന്ധിച്ച് ഈ സമയത്താണ് മഴ പെയ്യുക. മഴ പെയ്യുന്ന സമയങ്ങളിൽ ശരിക്കും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ളൊരു കാലത്താണ് അവിടെ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു ആവറേജ് റെയിൻഫോൾ എന്ന് പറയുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ആവറേജ് റെയിൻഫോൾ 60 സെൻറ്റിമീറ്ററാണ്. അതിൽ തന്നെ ഏറ്റവും കുറവ് മഴയുള്ള പ്രദേശമാണ് ലോസ് ആഞ്ചലസ് റീജിയൻ, ഈ സൗതേൺ റീജിയൻ, കോസ്റ്റൽ റീജിയൻ. മഴ കുറവുള്ള റീജിയനാണ്. 25-30 സെൻറ്റിമീറ്ററാണ് അവിടുത്തെ ആവറേജ് റെയിൻഫോൾ. ഈ വർഷം കാലിഫോർണിയ സ്റ്റേറ്റിൽ മഴ വളരെ കുറവായിരുന്നു. അവരുടെ 100 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഏറ്റവും കുറവ് മഴ പെയ്ത വർഷമാണ് ഈ 2023-24 എന്ന് പറയുന്ന ഏറ്റവും മഴ കുറഞ്ഞ വർഷമാണ്. നേരെ മറിച്ച് ഈ ലോസ് ആഞ്ചലസ് റീജിയനിൽ മഴ പൊതുവേ കുറവാണ്. അതുകൊണ്ട് ഈ വർഷം വലിയൊരു കുറവൊന്നും പറയാനില്ല. അവിടെ ഒരു 30 സെൻറ്റിമീറ്ററിൽ താഴെ മഴ എല്ലാ വർഷവും പെയ്യാറുള്ളൂ. നമുക്ക് 300 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നതാണ് കേരളത്തിൽ. അപ്പോഴാണ് ഇവരുടെ ഈ 30 സെൻറ്റിമീറ്റർ മഴയെന്ന് പറയുന്നത്. പക്ഷേ ആ മഴ കൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന കുന്നുകളിലൊക്കെ നല്ലതുപോലെ വെജിറ്റേഷൻ, നല്ലതുപോലെ മരങ്ങൾ ഉണ്ടാവുകയും ചെടികൾ ഉണ്ടാവുകയും ധാരാളം ഗ്രീനറി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അറ്റ്മോസ്ഫിയറാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വിൻ്റർ സീസൺ കഴിഞ്ഞ് ഈ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുന്നു. ഇപ്പം ഈ കാലിഫോർണിയ ഡെസേർട്ടിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ തീരെ മാറി നിൽക്കുകയാണ്. കാലിഫോർണിയ ഡെസേർട്ട് എന്നുള്ള സ്ട്രോങ് വിൻഡ് ഈ ദിവസങ്ങളിൽ മാസങ്ങളായിട്ട് അവിടേക്ക് അടിച്ചു വരുന്നുണ്ട്. ഇത് ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ഇതിന് വലിയ കണക്ഷൻ ഉണ്ടെന്നാണ് ശാസ്ത്ര ലോകത്തിൻ്റെ നിഗമനം. ലോകത്തിലെല്ലായിടത്തും ടെമ്പറേച്ചർ കൂടി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തും ടെമ്പറേച്ചർ കൂടി വരുന്നു. അപ്പോൾ ഈ തണുപ്പ് കാലത്തെ വിൻഡിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് ഹ്യൂമിഡിറ്റിയുടെ അളവ് വളരെ കുറവായിരിക്കും. അതിനകത്ത് തീരെ ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കില്ല. വളരെ ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ്. അപ്പോൾ ഇത് ഡെസേർട്ടിൽ നിന്ന് വരുന്ന വിൻഡ് ആയതുകൊണ്ട് മാത്രമല്ല, ഈ വിൻ്റർ സീസണിലെ വിൻഡ് ആയതുകൊണ്ടുകൂടി ഇതിന് തീരെ ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ ഈ സസ്യങ്ങളിലൊക്കെ ജലാംശം മൊത്തം അങ്ങോട്ട് വലിച്ചു കളയും. കൂടാതെ ഈ കാറ്റിന് ഭയങ്കര സ്പീഡാണ്. 100 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയാണ് കാറ്റിൻ്റെ സ്പീഡ്. 100-150 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും പരിചയമുള്ള വിൻഡ് സ്പീഡല്ല.
കേരളത്തിലൊന്നും കാറ്റില്ല, നമുക്ക് കാറ്റ് പരിചയമില്ലാത്ത സംഗതിയാണ്. ആകെ പാലക്കാട് റീജിയനിലാണ് വലിയൊരു കാറ്റ് നമുക്കറിയുന്നത്, തൃശ്ശൂർ വരെ അല്ലെങ്കിൽ എറണാകുളം വരെ കൂടി. പാലക്കാടൊക്കെ വരുന്ന കാറ്റ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ സ്പീഡുള്ള കാറ്റാണ് വലിയ കാറ്റ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാറ്റ് നമുക്ക് പരിചയമില്ല. 100 കിലോമീറ്ററുള്ള കാറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള കാറ്റാണ്. പക്ഷേ അവർക്കത് പരിചയമുള്ള സംഗതിയാണ്. അമേരിക്കയെ സംബന്ധിച്ചൊന്നും പുതിയ കാര്യമില്ല, കാട്ടുതീയും പുതിയ കാര്യമില്ല. ഈ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഈ സംഗതിയാണ് വലിയ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഈ ഡ്രൈ വിൻഡ് ഈ വെജിറ്റേഷനെ മൊത്തം അങ്ങോട്ട് ഉണക്കി നിർത്തുകയും കാറ്റടിക്കുകയും ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് കാറ്റടിക്കുന്നു. ധാരാളമായിട്ട് ഉണങ്ങിയ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ചെടികൾ, പുല്ലുകൾ, മരങ്ങൾ ഇതുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം. ഇത് തീപിടുത്തത്തിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇനി തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത വിഷയം. ഇപ്പോൾ തീപിടുത്തം ഉണ്ടാവാൻ സാധാരണഗതിയിൽ കാട്ടുതീ ഉണ്ടാവുന്നത് ഇടിമിന്നൽ കൊണ്ടാണ്. അപ്പോൾ വളരെ വേഗത്തിലുള്ള കാറ്റുകൾ വരുന്ന സമയത്ത് അത് പിന്നെ ദൂരെ നിന്നുള്ള മേഘങ്ങളെ ക്യാരി ചെയ്തുകൊണ്ട് വലിച്ചു കൊണ്ടുവരും. മേഘങ്ങളെ വലിച്ചു കൊണ്ടുവരികയും മേഘങ്ങളുടെ സ്ട്രക്ചറിനനുസരിച്ച് മേഘങ്ങൾ കൂട്ടിക്കൊണ്ടുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഇൻട്രാക്ട് ചെയ്ത് ഇടിമിന്നൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇടിമിന്നലിൽ നിന്ന് തീ പിടിച്ചിട്ടാണ് സാധാരണ കാട്ടുതീകൾ ഉണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യത്തിൽ അവരത് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തൊന്നും അങ്ങനെ ഇടിമിന്നൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് റീസൺ പറയുന്നത് വലിയ വിൻഡ് വന്ന സമയത്ത് പവർ ലൈനുകൾ പിന്നെ കറണ്ട് പോകുന്ന ലൈനുകൾ കൂട്ടിമുട്ടിയിട്ട് തീപ്പൊരി ഉണ്ടാവുകയോ അല്ലെങ്കിൽ കൂട്ടിമുട്ടി പവർ ലൈനുകൾ ഉരുകിയ കഷ്ണം ബേൺ ചെയ്ത് താഴേക്ക് വീഴുകയോ ചെയ്തിട്ട് തീ ഉണ്ടായി എന്നാണ് വിചാരിക്കുന്നത്. വാസ്തവത്തിൽ ജനുവരി 7-നാണ് ഈ പാലിസൈഡ് എന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് തീ ഉണ്ടായിട്ടുള്ളത് പിന്നെ 4 പ്രദേശങ്ങളിലാണ്. ഒന്ന് പാലിസൈഡ് എന്ന് പറയുന്ന ബീച്ചിനോട് ചേർന്നുള്ളൊരു പ്രദേശം, ലോസ് ആഞ്ചലസ് പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാലിസൈഡ് എന്ന് പറയുന്ന ഒരു റീജിയനിലാണ് വലിയ തീ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. 27,000 ഏക്കർ കത്തി തീർന്നു പോയി എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ ഇത് പടിഞ്ഞാറ് ഭാഗത്താണ്. ഈ ലോസ് ആഞ്ചലസ് പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇയാറ്റൺ എന്ന് പറയുന്ന പ്രദേശത്തും വലിയൊരു കാട്ടുതീ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറത്തെ ഹേസ്റ്റ് എന്ന് പറയുന്ന ഒരു റീജിയനിലും ഒരു കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. വേറൊരു സ്ഥലത്തും ഒരു ചെറിയ കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഹാസ്റ്റിലതും മറ്റതും ഏതാണ്ട് പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞു. അത് അധികം സ്ഥലത്തൊന്ന് 750 ഏക്കറും പിന്നെ ഒരു 200 ഏക്കറുമാണ് കത്തിത്തീർന്നത്. അത് പോയി. നേരെ മറിച്ച് പാലിസൈഡ് ഇയാറ്റൺ എന്ന് പറയുന്ന 2 റീജിയൻ, ഒന്ന് ലോസ് ആഞ്ചലസിൻ്റെ പാലിസൈഡ് എന്ന് പറയുന്ന ലോസ് ആഞ്ചലസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത്, ഇയാറ്റൺ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്ത്. ഈ 2 സ്ഥലത്തുള്ള കാട്ടുതീ ഈ ലോസ് ആഞ്ചലസ് പട്ടണത്തിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാറ്റിൻ്റെ വേഗത കൊണ്ട് തീ അതിവേഗം പടർന്നു പിടിച്ചാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് അറിയണമെങ്കിൽ ജനുവരി 7-ാം തീയതി രാവിലെ പാലിസൈഡിലെ ഒരു കുന്നിൻ്റെ സൈഡിൽ താമസിക്കുന്ന, ഞാൻ പറഞ്ഞു അവിടെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത കുന്നുകൾ, പിന്നെ വലിയ ചെരുവുകൾ, പിന്നീട് വാലി. ഈ ചെരുവുകളിലാണ് പൊതുവെ ആളുകൾ താമസിക്കുന്നത്. സുഖവാസ കേന്ദ്രം പോലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പം ചെരുവുകളിലാണ് മനുഷ്യർ കൂടുതലായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഒരു ചെരുവിലുള്ള മനുഷ്യർ ജനുവരി 7-ാം തീയതി രാവിലെ അവരുടെ കുന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുക കണ്ട് പെട്ടെന്ന് പിന്നെ ഫയർ ഫൈറ്റേഴ്സ് ആ പ്രദേശത്ത് എത്തുമ്പോൾ തന്നെ 10 ഏക്കർ സ്ഥലം കത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവർ കണ്ടപ്പോഴേക്കും 10 ഏക്കർ സ്ഥലം കത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 ഏക്കർ സ്ഥലം ഇവർ ചെന്ന് 25 മിനിറ്റ് കൊണ്ട് ഈ 10 ഏക്കർ എന്നുള്ളത് 200 ഏക്കർ സ്ഥലം കത്തി നശിച്ചു. അപ്പോൾ ആ തീ പടരുന്ന വേഗത നമുക്ക് മനസ്സിലാക്കണം. കാരണം ഈ കാറ്റിൻ്റെ വേഗത കൊണ്ടാണ്. 100 കിലോമീറ്റർ വേഗതയിലുള്ള ഡ്രൈ വിൻഡ്, ഒട്ടും ജലാംശമില്ലാത്ത കാറ്റ് അതിവേഗതയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാറ്റിങ് വരുന്നതിനനുസരിച്ച് മരങ്ങൾ കത്തിയിട്ട് കുറച്ചും കത്തി കഴിയുമ്പോൾ ഈ മരം മുറിയും. എന്നിട്ട് ഈ കത്തിയ സാധനം പറന്ന് വേറൊരു ഭാഗത്തേക്ക് പോയി വീഴുകയാണ്. അപ്പോൾ അവിടെയും തീ പിടിക്കുകയാണ്. അങ്ങനെ തീ അതിവേഗം പടരുകയാണ്. അപ്പോൾ തീ നിയന്ത്രിക്കാൻ പറ്റാത്തതിനുള്ള കാരണം ഈ അതിവേഗത്തിൽ പടർന്നു പിടിക്കുന്ന കാറ്റാണ്. ഏകദേശം 24ഓളം ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 40,000 ഏക്കറോളം സ്ഥലം കത്തി നശിച്ചു എന്ന് പറയുന്നത് ഈ എല്ലാ റീജിയണിലും കൂടി മൊത്തത്തിൽ 12,300 സ്ട്രക്ചേഴ്സ്, കെട്ടിടങ്ങൾ 12,300 കെട്ടിടങ്ങൾ ഇതുവരെ കത്തി നശിച്ചിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളെ പറ്റി പറയുമ്പോൾ ഇവിടെയൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് മരം കൊണ്ടാണ്. ഭിത്തിയും ഫ്ലോറും ചിലയിടത്തൊക്കെ റൂഫ് പോലും മരങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ മാതിരി പിന്നെ നാളുകളെടുത്ത് കെട്ടിടമുണ്ടാക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല. ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഒരാഴ്ച കൊണ്ട് വീട് പണിത് തരും. ഇത് മുഴുവൻ മരത്തിൻ്റെ സ്ട്രക്ചേഴ്സാണ്. റെഡിമെയ്ഡായിട്ട് കൊണ്ടുവന്ന് മരങ്ങൾ വെച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത്. നമ്മുടെ മാതിരി കോൺക്രീറ്റ്, കല്ല് ഇമാതിരി വെച്ചിട്ടുള്ള വീടുകളുടെ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വേഗം കത്തിപ്പോകുന്നതെന്ന് മനസ്സിലാക്കണം. തീ തൊട്ട് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോകും. അപ്പോൾ ഈ രീതിയിലുള്ള വീടുകളുടെ സ്ട്രക്ചറും ഈ തീ ഇങ്ങനെ പടർന്നു പിടിക്കാനുള്ള റീസണായിട്ട് വരുന്നുണ്ട്. വേറൊന്ന്, ഈ ഇവരുടെ ഒരു താമസത്തിൻ്റെ രീതി. അതായത് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ വൈൽഡ് ലാൻഡ് അർബൺ ഇൻ്റർഫേസ് എന്ന് പറയുന്നൊരു കൾച്ചറുണ്ട്. വൈൽഡ് ലാൻഡ് അർബൺ ഇൻ്റർഫേസ്, അതായത് വനത്തിലേക്ക് നീങ്ങി താമസിക്കുക, അല്ലെ വനത്തിൻ്റെ ഓരത്ത് പോയിട്ട് താമസിക്കുക.
അപ്പോൾ പ്രകൃതിയോട് കൂടുതൽ ചേർന്ന് താമസിക്കുക എന്നുള്ള ഒരു രീതി നമ്മളൊക്കെ നമ്മളുടെ ഈ റിസോർട്ടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വനത്തോട് ചേർന്ന് വീടുകൾ ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ കുറച്ച് കാലമായിട്ട് ഈ ലോസ് ആഞ്ചലസിലുണ്ട്. അപ്പോൾ ഈ വനമേഖലയോട് ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ധാരാളം വെജിറ്റേഷൻ ഉള്ള മേഖലയോട് ചേർന്നിട്ടാണ് വൈൽഡ് ലാൻഡ് അർബൻ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു രീതി ഡെവലപ്പ് ചെയ്ത് വന്നതോടെ വീടുകളെല്ലാം ഈ വെജിറ്റേഷനോട് ചേർന്നുണ്ട്. അപ്പോൾ വെജിറ്റേഷന് തീ പിടിക്കുന്നു, വെജിറ്റേഷൻ്റെ തീ വളരെ വേഗം കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെയാണ് ഈ തീ ഇത്രയധികം ബിൽഡിങ്ങുകളെ നശിപ്പിക്കേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ കാലിഫോർണിയ വിൻഡിന് ഭയങ്കര ഫാസ്റ്റ് വിൻഡാണ്. അപ്പോൾ ഇതിൻ്റെ 2-3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, വിൻഡ് ഗട്ട്സ് എന്ന് പറയുന്ന ഒരു സംഗതി. വിൻഡ് ഗട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. കാറ്റിങ്ങനെ വരുമ്പോൾ ചിലയിടത്ത് പെട്ടെന്ന് കാറ്റിനെ കൊണ്ട് വേഗത പോയിട്ട് ഇങ്ങനെ സ്വേൾ ചെയ്യും, ഇങ്ങനെ തിരിഞ്ഞു കളിയും. അപ്പോൾ കാറ്റ് വരികയും കാറ്റിൻ്റെ സ്പീഡ് 100 കിലോമീറ്ററാണ്, വളരെ പെട്ടെന്ന് അത് ഒരു 150 കിലോമീറ്ററോ 170 കിലോമീറ്ററിലേക്ക് എത്തുകയും അതിലൂടെ തിരിച്ചിൽ തിരികെയും ചെയ്യും. അപ്പോൾ ആ തിരിച്ചിലോട് കൂടിയിട്ട് ഈ തീ വല്ലാതെ അങ്ങോട്ട് ആളിക്കത്തുകയും അതിൽ നിന്ന് ധാരാളം കമ്പുകളും പിന്നെ പനയുടെ ഓലയും ഒക്കെ തീ പിടിച്ച് ഇതിനകത്ത് ക്യാരി ചെയ്ത് പല ഭാഗത്തേക്ക് മാറുകയും ചെയ്യും. ഇതിന് വിൻഡ് ഗസ്റ്റ്സ് ആണ് പറയുന്നത്. വേറൊരു മെക്കാനിസം വിൻഡ് വേവ് എന്ന് പറയുന്നൊരു മെക്കാനിസം ഉണ്ട്. വിൻഡ് വേവ് എന്ന് പറയുന്ന മെക്കാനിസം കടലിലെ വേവ് വരുന്നത് പോലെ തന്നെ വിൻഡിങ്ങിന് വരിക. വിൻഡ് ഒരു വേവ് സ്ട്രക്ചർ ഫോം ചെയ്യുക. വേവ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ചില കുന്നുകളുടെ പ്രദേശത്ത്, അവിടെ ഈ കുന്നിൻ്റെ മുകളിലെ ടെമ്പറേച്ചറും കുന്നിൻ്റെ വാലിയിലുള്ള ടെമ്പറേച്ചറിനും ഡിഫറൻസ് കൊണ്ടാണ് ഈ എയർ വേഗം ക്യാരി ചെയ്ത് കുന്നിൻ്റെ മുകളിലേക്ക് എത്തുകയും ഒരു തിരമാല പൊന്നുന്ന പോലെ എത്തുകയും അങ്ങനെ മൗണ്ടൻ്റെ മുകളിൽ ചെന്നിട്ട് മൗണ്ടൻ്റെ മറുഭാഗത്തേക്ക് ഒഴുകിയിറങ്ങുകയും ചെയ്യുന്ന രീതി. അപ്പം ആ ഒഴുകിയിറങ്ങുന്ന ഭാഗത്ത് ഭയങ്കര സ്പീഡായിരിക്കും കാറ്റിന്. അപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ തീ ഉണ്ടെങ്കിൽ ഈ തീനെ കൂടെ ക്യാരി ചെയ്തുകൊണ്ട് ഇതങ്ങ് പോകും. അപ്പോൾ വളരെ വേഗം ആ പ്രദേശം മുഴുവൻ തീ പടർന്ന് പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മെക്കാനിസം വഴിയാണ് ഈ തീ ഇത്രയും വേഗം പടർന്ന് പിടിച്ച് ഇത്രയും അധികം പ്രദേശങ്ങളെ എൻഗൾഫ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഞാൻ പറഞ്ഞു ജനുവരി 7-നാണ് ഈ തീപിടുത്തം തുടങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇത്രയും ദിവസങ്ങളായി കാര്യമായിട്ട് ഈ തീ നിയന്ത്രിക്കാനായിട്ടുള്ള 2 സ്ഥലങ്ങളിലെ തീ അവസാനിച്ചു. നേരെ മറിച്ച് ഈ പാലിസൈഡ് എന്ന് പറയുന്ന പ്രദേശത്ത് ഏകദേശം ഒരു 13% മാത്രമേ തീ നിയന്ത്രിക്കാനായിട്ടുള്ളൂ. ഇയാറ്റൺ എന്ന് പറയുന്ന മേഖലയിൽ 27% തീ നിയന്ത്രിക്കാനായിട്ടുണ്ട്. 2-3 ദിവസം കൂടി, ബുധനാഴ്ച വരെ ഈ കാറ്റ് ഈ വേഗത്തിൽ തന്നെ നിലനിൽക്കുന്ന പറയുന്നത്. കാറ്റിൻ്റെ വേഗത കുറയാതെ ഈ തീനെ നിയന്ത്രിക്കാനാവില്ല. കാറ്റ് ഫുൾ സ്റ്റോപ്പ് അടിച്ച് അപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റും. 10-16 സ്റ്റേറ്റിൽ നിന്നുള്ള ഫയർ ഫൈറ്റിംഗ് സേനകളും മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുള്ള ഫയർ ഫൈറ്റിംഗ് ഏജൻസികളും ഹെലികോപ്റ്ററുകളും മറ്റ് വിവിധ എക്യുപ്മെൻസുമായിട്ട് ആ പ്രദേശങ്ങളിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കാറ്റത്ത് പരക്കുന്ന തീയാണ്, ആരെക്കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല, മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. ഈ കാറ്റ് സ്റ്റോപ്പ് ചെയ്താൽ തീ നിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് എത്രയും വേഗം ഇതിനൊരു ശമനം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം. നമ്മളിത് അമേരിക്കയുടെ മാത്രം പ്രശ്നമായിട്ട് വിചാരിക്കേണ്ട. ഇത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നാളെ ലോകത്ത് എവിടെയും ഇത് സംഭവിക്കാം. നമുക്കിത് സംഭവിക്കാതിരിക്കട്ടെ.